ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മളിന്ന് നോക്കുന്ന ടോപ്പിക്ക് ഫങ്ഷൻ ഓവർലോഡിങ്. ഫങ്ഷൻ ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ തന്നെ വരുന്ന ഒരു സ്പെസിഫിക് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വാക്ക് തന്നെ ഉണ്ട്, ആ ഒരു പ്രയോഗത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു മീനിങ്. ഫങ്ഷൻ ഓവർലോഡ് ചെയ്യുകയാണ്. ഫങ്ഷൻ വീണ്ടും ഓവർലോഡ് ചെയ്ത് ചെയ്യുന്നതാണത്. എന്താണത്, കൂടുതൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇത് C++ൻ്റെ ഒരു ഫീച്ചറാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, നമ്മളെ ഈ C++ ലാംഗ്വേജിൻ്റെ ഒരു ഫീച്ചറാണ് ഫങ്ഷൻ ഓവർലോഡിങ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിൽ സിംഗിൾ പ്രോഗ്രാം, ഒരൊറ്റ പ്രോഗ്രാമിലൂടെ തന്നെ ഒരു പേരിൽ പല ഫങ്ഷൻസ് ഉണ്ടാവും, പല പ്രവൃത്തി ചെയ്യുന്ന ഫങ്ഷൻസ്. അതായത് സെയിം പേരായിരിക്കും, പക്ഷേ അതിൻ്റെ ഓരോന്നിൻ്റെയും ഉദ്ദേശം വേറെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മജ്ലിസ് എന്ന് പറഞ്ഞിട്ടൊരു 4 ഫങ്ഷൻ ഞാൻ എഴുതി, പക്ഷേ ആ 4 മജ്ലിസ് ഫങ്ഷൻസും 4 രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക. ക്ലിയർ ആയോ? അത് എങ്ങനെയാണ് നമുക്ക് ആ ഫങ്ഷൻ ഓവർലോഡിങ് പ്രാവർത്തികമാക്കുക? അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ഫങ്ഷൻ എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുണം എന്നറിയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, നമ്മളുടെ സെയിം നെയിം ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫങ്ഷൻ യൂസ് ചെയ്യണ സമയത്ത് ഈ ഫങ്ഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല കാര്യങ്ങൾക്കും, ഇപ്പോൾ ഓരോ ഫങ്ഷൻ നമുക്ക് പേര് കോൾ ചെയ്യേണ്ട സമയത്ത് നമുക്കിപ്പോൾ പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഫങ്ഷന് സെയിം പേരിൽ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഇപ്പോൾ ഒരു ഫങ്ഷൻ, ഇപ്പോൾ ആദ്യത്തെ മജ്ലിസ് എന്ന് പറഞ്ഞ ഫങ്ഷന് ഞാൻ 2 പാരാമീറ്റർ പാസ് ചെയ്യുന്നത്, രണ്ടാമത്തെ മജ്ലിസ് എന്ന് പറഞ്ഞ ഫങ്ഷന് ഞാൻ 3 പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കയ്യിലുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് പ്രോഗ്രാമറിന് അറിയാം. ആ ഒരു പർട്ടിക്കുലർ സമയത്ത് നമുക്ക് ഫങ്ഷൻ്റെ പേരന്വേഷിച്ചാൽ അത് ഫങ്ഷൻ അവിടെ ഉപയോഗിക്കേണ്ട ഫങ്ഷനെ പേരന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഡിഫൈൻഡ് ആണല്ലോ. അപ്പം നമ്മൾ ആ സെയിം പേര് വെച്ചിട്ട് ഈ പാരാമീറ്ററിൻ്റെ എണ്ണം വെച്ചിട്ട് അങ്ങ് വിട്ടാൽ മതി, അവിടെ അതിൻ്റേതായ വർക്ക് ബാക്ക്ഗ്രൗണ്ട് വർക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു എളുപ്പം, അതായത് അങ്ങനത്തെ ഒരു സൗകര്യം ഈ ഫങ്ഷൻ ഓവർലോഡിങ്ങിലുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് തോന്നുന്നുണ്ട്. നമ്മളെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറുണ്ട്, അതാണ് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരുപോലെ തോന്നും എന്നാൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ ആൾമാറാട്ടം എന്നൊക്കെ പറയില്ലേ, അതിനോട് ഉപമിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചർ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് C++ൻ്റെ പോളിമോർഫിസം എന്നൊരു ഫീച്ചർ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഫങ്ഷൻ ഓവർലോഡിങ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ താഴെ വന്നിട്ടുണ്ട്, നോക്കാം. ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷൻ ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ ടെസ്റ്റിൻ്റെ ഫങ്ഷൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ്. അതിൻ്റെ പാരാമീറ്റർ വല്ലതും ഉണ്ടോ? ഇല്ല. ബ്രാക്കറ്റിലൊന്നുമില്ല, ബ്രാക്കറ്റ് വാക്കൻ്റ് ആണ്, എംപ്റ്റി ആണ്, ബ്രാക്കറ്റിൽ ഒന്നുമില്ല. രണ്ടാമത്തെ ഫങ്ഷൻ നോക്കാം. ഇൻറ്റ് ടെസ്റ്റ് ബ്രാക്കറ്റിനകത്ത് ഇൻറ്റ് എ, അതായത് അതിൻ്റെ പാരാമീറ്റർ ഇൻറ്റ് എ. ഓക്കെ, അപ്പോൾ ആ ഫങ്ഷൻ്റെ പേരെന്താ? ടെസ്റ്റ് എന്ന് തന്നെയാണ്. അതിൻ്റെ ടൈപ്പ് എന്താ? ഫങ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താ? ഇൻറ്റിജർ തന്നെയാണ്, ഇൻറ്റ് തന്നെയാണ്. എന്നാൽ ബ്രാക്കറ്റിനകത്ത് പാരാമീറ്റർ ഉണ്ടോ? ഉണ്ട്. എന്താണ് ആ പാരാമീറ്റർ? ഇൻറ്റ് എ. ഇനി മൂന്നാമത്തെ ഫങ്ഷൻ നോക്കാം. ഫ്ലോട്ട് ടെസ്റ്റ് ബ്രാക്കറ്റിനകത്ത് ഡബിൾ എ, അതായത് ഈ ഫങ്ഷൻ്റെ പേരെന്താ? ടെസ്റ്റ് എന്ന് തന്നെയാണ്, സെയിം പേര് തന്നെയാണ്, പക്ഷെ എന്താ അതിൻ്റെ ടൈപ്പ് മാറി. ടൈപ്പ് എന്താ? നേരത്തെ 2 ഫങ്ഷൻ്റെ ഇൻറ്റ് ആയിരുന്നെങ്കിൽ, അത് ഇൻറ്റിജർ ആയിരുന്നെങ്കിൽ, ഇവിടെ എന്താണ്? ഫ്ലോട്ടാണ്. അതായത് ദശാംശ സംഖ്യകളാണ് ഈ ഫങ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് തരിക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഫ്ലോട്ട് എന്നതിലൂടെ. അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് എന്താണ് പാരാമീറ്റർ കൊടുത്തിരിക്കുന്നത്? ഡബിൾ എ ആണ്. ആ പാരാമീറ്ററായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഡബിൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളാണ്. ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഒരു വാല്യൂ ആണ്. ഈ നാലാമത്തെ ഫങ്ഷൻ നോക്കാം. ഇൻറ്റ് ടെസ്റ്റ് ബ്രാക്കറ്റിനകത്ത് എന്താ? ഇൻറ്റ് എ കോമ ഡബിൾ ബി. അപ്പോൾ എന്താ? അതിൻ്റെയും സെയിം ഫങ്ഷൻ തന്നെയാണ്, പേരെന്താ? ടെസ്റ്റ് എന്ന് തന്നെയാണ്, ടൈപ്പ് എന്താ? ഇൻറ്റിജറാണ്. പക്ഷേ ബ്രാക്കറ്റിനകത്ത് എന്തുണ്ട്? 2 പാരാമീറ്റർ ഉണ്ട്. അതെന്താണ്? ഇൻറ്റ് എയും ഡബിൾ ബിയും, ഒരു ഇൻറ്റിജറും ഒരു ഡബിളും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈ 4 ഫങ്ഷൻ്റെ പേരെന്ത് തന്നെയാണ്? ടെസ്റ്റ് എന്ന് തന്നെയാണ്. പക്ഷെ എന്താ? ഇതിൻ്റെ പാരാമീറ്റർ ചില സ്ഥലത്ത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, ചില സ്ഥലത്താണെങ്കിൽ റിട്ടേൺ ടൈപ്പ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ റിട്ടേൺ ടൈപ്പും പാരാമീറ്ററിൻ്റെ എണ്ണവും അല്ലെങ്കിൽ പാരാമീറ്ററിൻ്റെ തരവും
മാറുന്നതിനനുസരിച്ച് ആ ഫംഗ്ഷൻ വേറെ രീതിയിൽ ആ ഫംഗ്ഷൻ ഇപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുമ്പോഴും ആ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്കറിയാം വിളിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസാണ് ബ്രാക്കറ്റിനകത്തിട്ട് കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ ആക്ച്വൽ പാരാമീറ്റർ അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് ആ പാരാമീറ്റർ അങ്ങനെ കൊടുക്കുന്ന പാരാമീറ്ററിൻ്റെ സ്വഭാവം അതിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട് നമ്മൾ ഏത് ഫംഗ്ഷനാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഫംഗ്ഷൻ പോയി പിക്ക് ചെയ്യും, ഈവൻ ഫംഗ്ഷൻ നെയിം ഒന്നാണെങ്കിൽ പോലും. അതാണ് ഈ എന്താ പറയുക ഫംഗ്ഷൻ ഓവർലോഡിങ്ങിൻ്റെ പേര്. ഒരേ പേരായിരിക്കും ഫംഗ്ഷനൊക്കെ, പക്ഷേ വിളിക്കുന്നതിനനുസരിച്ച് നമ്മളവിടെ വിളിക്കുമ്പോൾ പാരാമീറ്റർ കൊടുക്കുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ വ്യത്യാസപ്പെടും. പ്രധാനമായിട്ട് ഈ പാരാമീറ്ററിന് അനുസരിച്ചിട്ടാണ് നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ പാരാമീറ്ററിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ആ ഫംഗ്ഷൻ കോളിൻ്റെ സമയത്ത് നമ്മൾ ഏതാണോ ഫംഗ്ഷൻ ഉദ്ദേശിച്ച് ഡിഫൈൻ ചെയ്ത് ഒരേ പേരിൽ തന്നെ 4-5 ഫംഗ്ഷൻ ചെയ്ത് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല. ആ ഫംഗ്ഷൻ്റെ പാരാമീറ്ററിൻ്റെ ടൈപ്പ് നോക്കി അത് പോയി ഏത് ഫംഗ്ഷനാണോ ഉദ്ദേശിച്ച് വെച്ചാൽ കമ്പൈലർ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കായിട്ട് അത് പിക്ക് ചെയ്യും. അപ്പോൾ കോഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമോ മറ്റതൊന്നുമില്ല. നമുക്കെന്താ ഗുണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സെക്ഷൻ നമ്മൾ കോഡ് ചെയ്യുകയാണ്, ഈ പോളിമോർഫിസം അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓവർലോഡിങ് നമ്മൾ ചെയ്യുന്നത് C++ അല്ലെങ്കിൽ ജാവ ഏതും ആയിക്കോട്ടെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും നമുക്ക് ഈ ഒരു ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫീച്ചറിൻ്റെ ഗുണം എന്താ, നമ്മൾ ആ സെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ ഓരോ തവണയും ഫംഗ്ഷൻ ആദ്യം നമ്മൾ അറിയാമല്ലോ, മെയിൻ ഫംഗ്ഷന് പുറത്ത് അല്ലെങ്കിൽ നമ്മളൊരു ആദ്യമോ അല്ലെങ്കിൽ വേറൊരു സെക്ഷനിലായിരിക്കും നമ്മളത് എന്ത് ചെയ്യുന്നത് ഡിഫൈൻ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ കോഡ് ചെയ്യുന്ന ഇടയിൽ നമുക്കൊരു ഫംഗ്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഏത് ഫംഗ്ഷൻ്റെ പേര് നമ്മൾ വലിയ കോഡൊക്കെയാണ്, ഇപ്പോൾ ഒരു ഒത്തിരി ലൈൻസ് 500-600 ലൈൻസൊക്കെ ഉള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫംഗ്ഷനൊക്കെ എഴുതി വെച്ചിരുന്നെങ്കിൽ അപ്പോൾ നമുക്കിത് ഏത് ഫംഗ്ഷനാണ് അതിൻ്റെ പേരെന്തായിരുന്നു ചെറിയ ഡൗട്ടൊക്കെ തോന്നും. നമ്മൾ ചില സ്ഥലത്തൊക്കെ അണ്ടർസ്കോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫംഗ്ഷൻ കൊടുക്കുന്നത് അങ്ങനെ പൊതുവെ ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് വരും സെമസ്റ്ററിലൊക്കെ മനസ്സിലായി എങ്ങനെയാണ് നമ്മൾ വേരിയബിളിൻ്റെ പേര് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാമെങ്കിലും ഓരോ കമ്പനിക്ക് ഓരോ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് കൊടുക്കണം. അതതിൻ്റെ ഒരു നിലവാരങ്ങളുണ്ട്. അതെന്താണെന്നൊക്കെ നമുക്ക് ഭാവിയിൽ പഠിക്കാം. അപ്പോൾ പറഞ്ഞു വന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ആ പേര് ഓർമ്മയില്ലാച്ചിട്ട് നമ്മൾ പിന്നാലെ നടക്കുന്നു വേണ്ട, നമുക്ക് ജസ്റ്റ് സെയിം പേരിനെ നമ്മൾ അവിടെ എന്താണ് നമുക്ക് വേരിയബിൾസ് നമുക്ക് അറിയാലോ അവിടെ എത്ര പാരാമീറ്റർ ഉണ്ടാവുന്നു. ആ പാരാമീറ്ററിൽ ഈ പേരിട്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് അത് ഇഷ്ടം പോലെ ഏത് ഫംഗ്ഷൻ വെച്ചാൽ അതിന് കണക്കിന് തരം നോക്കി എടുത്തോളും. ഇവിടെ ഫോർ എക്സാമ്പിൾ നോക്കുക, ഇവിടെ ഒരു കോഡ് നോക്കുക. അവിടെ ഒരു സം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ വേരിയബിൾ ഇൻറ്റ് A ഇൻറ്റ് B റിട്ടേൺ A+B ആണ്. എയും ബിയും കൂട്ടിത്തരും. ഇൻറ്റ് Aയും ഇൻറ്റ് Bയും പാരാമീറ്ററുള്ള ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ സമ്മിൻ്റെ ഫംഗ്ഷൻ ഒരേ പേര് തന്നെയാണ്. അതിലെന്താ ഇൻറ്റ് Aയും ഇൻറ്റ് Bയും ഇൻറ്റ് Cയും ഉണ്ട്. അതെന്താ ചെയ്യുന്നത്, റിട്ടേൺ A+B+C ആ 3 വേരിയബിൾസും കൂടി കൂട്ടി നമുക്ക് തരും, റിട്ടേൺ ചെയ്ത് തരും ആ ഫംഗ്ഷൻ്റെ. മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു, സം 2,5 എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ വിളിച്ചു. അതിലെന്താ 2, 5 നമ്മൾ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നത്. ആക്ച്വൽ പാരാമീറ്റർ കോൾ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നതാണ് ആക്ച്വൽ പാരാമീറ്റർ. എന്താ ആക്ച്വൽ പാരാമീറ്റർ? ഇവിടെ 2ഉം 5ഉം. ഈ 2, 5ഉം എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷൻ വിളിക്കുന്നുള്ളത് ഡൗട്ടൊന്നും വേണ്ട. കമ്പൈലർ കറക്റ്റായിട്ട് ഏതാ 2 പാരാമീറ്ററുള്ള ഫോർമൽ പാരാമീറ്ററിൽ നോക്കും. അത് ആദ്യത്തെ സമ്മാണ്, സം ഇൻറ്റ് A ഇൻറ്റ് B മാത്രമാണ്. അത് എടുത്തിട്ട് നമുക്ക് 7 എന്നുള്ള ഉത്തരം തരും. രണ്ടാമത്തിൽ 2, 5, 6 എന്ന് പറഞ്ഞ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പാരാമീറ്ററായിട്ട് കൊടുക്കുന്നു, ആക്ച്വൽ പാരാമീറ്ററായിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നു. അവിടെ ആ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷൻ എടുക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. കാരണം എന്താ, രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് എടുക്കുക. ക്ലിയർ ആയോ? അപ്പോൾ ബാക്കിയുള്ള അതേപോലെ തന്നെ ബാക്കിയുള്ള എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക. പാസിങ് ഡാറ്റ ടു ഫംഗ്ഷൻ, ഫംഗ്ഷനിലേക്ക് ഡാറ്റ കൊടുക്കുന്നത് ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്ററായിട്ടാണ് നമുക്ക് എന്താ പറയുക വാല്യൂ ആയിരിക്കും കൊടുക്കുന്നത്. അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കാം, ഒരു വേരിയബിൾ ആയിരിക്കാം, മൾട്ടിപ്പിൾ വേരിയബിൾ ആയിരിക്കാം, യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ഒക്കെ ആയിരിക്കാം. അത് പലതും പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇതാണിത് വേറൊരു എക്സാമ്പിളും കൂടി പെർസെൻറ്റേജ് പറഞ്ഞിട്ട് 2 ഫംഗ്ഷൻ ഇട്ടിരുന്നു. അതിൽ ഒരേ ഇതായിരിക്കും, ഒരേ ഇതിന് 2 ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ പെർസെൻറ്റേജ് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്തിട്ടാണ് ഒരു വാല്യൂ എടുക്കുന്നുണ്ട്, വാല്യൂ കൊടുക്കുന്നുണ്ട്, 50 എന്നുള്ള വാല്യൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ. പാസിങ് കോൺസ്റ്റൻ്റ് ആൻഡ് ആസ് ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇവർ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നതിൻ്റെ രീതികളാണ് ഇപ്പോൾ പറയുന്നത്. നമ്മളെ ഇതുമായിട്ട് ബന്ധമുണ്ടോ വെച്ചാൽ അത് കോമൺ എല്ലാ ഫംഗ്ഷൻസും ബന്ധമുള്ളതാണ്. ഫംഗ്ഷൻ ഓവർലോഡിങ്ങിൽ മാത്രമല്ല, എല്ലാത്തിലും ഉണ്ട്. ഇത്
വാല്യൂ നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്യുന്നത്? കോൺസ്റ്റൻറ്റ് പാസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നോക്കുക, ആദ്യം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത പെർസെൻറ്റേജ് എന്നുള്ള സ്ഥലത്ത് മെയിൻ ഫംഗ്ഷൻ്റെ മുകളിൽ നോക്കുക, എന്താ ഇൻറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്തൊരു എന്തുണ്ട്, പാരാമീറ്റർ ഉണ്ട്. ഇനി അത് എങ്ങനെയൊക്കെ പാസ് ചെയ്യുന്നത്? നമ്മളിവിടെ വാല്യൂ ആണ്, പെർസെൻറ്റേജ് എന്നുള്ള ഫംഗ്ഷൻ വാല്യൂ ചെയ്യുമ്പോൾ പെർസെൻറ്റേജിൻ്റെ ഉള്ളിൽ 50 എന്നിട്ട് ആദ്യം കോൾ ചെയ്തു. അപ്പോൾ എന്താ ആക്ച്വൽ പാരാമീറ്റർ ഇവിടെ എന്താ 50 കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ 50 ഒരു വാല്യൂ എന്താ ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? 50 എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആർഗ്യുമെൻറ്റ് പാസിങ് ആസ് എ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യണം. ഇനി പാസിങ് വേരിയബിൾ ആസ് ആർഗ്യുമെൻറ്റ്സ്. ഈ ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നത് നമ്മൾ വേരിയബിൾ കൊടുക്കുകയാണ്. എങ്ങനെ വേരിയബിൾ കൊടുക്കുക നോക്കാം. ആദ്യം ഇവിടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇൻറ്റ് പെർസെൻറ്റേജ് സെയിം ഫംഗ്ഷൻ തന്നെ ഉണ്ട്. എന്താ ചെയ്യണമെന്നൊക്കെ നോക്കാം. അത് നമുക്ക് അതൊന്നും നമുക്ക് പ്രസക്തിയില്ല. നമുക്ക് എങ്ങനെയാണ് ഈ പാരാമീറ്റർ പാസ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ പെർസെൻറ്റേജ് കോൾ ചെയ്യുമ്പോൾ M1 എന്നുള്ള വേരിയബിളാണ് ഇതവിടെ ഫസ്റ്റ് കോൾ ചെയ്യുന്നത്, ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വൽ പാരാമീറ്റർ എന്താ അവിടെ? M1 ആണ്. അപ്പോൾ അവിടെ എന്താ M1 എന്ന് പറഞ്ഞാൽ എന്താ ഒരു വേരിയബിളാണ്. അതിൻ്റെ മുകളിൽ M1ലേക്ക് വാല്യൂ ഒക്കെ എടുക്കുന്നുണ്ട്, സീനൊക്കെ വെച്ചിട്ട്. ക്ലിയർ ആയോ? M2ലേക്ക് കൊടുക്കുന്നുണ്ട്. M2 എന്ന് പറഞ്ഞിട്ട് രണ്ടാമതും കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ എങ്ങനെ നമുക്ക് ആ നമ്മുടെ പുറത്തുള്ള ആ ഫംഗ്ഷനിലേക്ക് എങ്ങനെ നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നത്? വാല്യൂ നമ്മൾ ആദ്യം ഒരു വേരിയബിളിലേക്ക് വാല്യൂ കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻപുട്ട് എടുത്ത് ആ വേരിയബിൾ എന്ത് ചെയ്യുന്നു? ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്ത് അതാണ് എങ്ങോട്ട് പാസ് ചെയ്യുന്നത്? ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് പാസിങ് വേരിയബിൾ ആസ് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നത്. ഇനി പാസിങ് മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല രീതിയിൽ നമുക്ക് ഇതാണ്ടോ ആഷ് കാര്യങ്ങൾ സ്റ്റാറൊക്കെ ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം. സ്റ്റൈലൊക്കെ വരുന്നതാണ് ഇത്. സ്റ്റാർ ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ സ്റ്റാറൊക്കെ സ്പെസിഫിക് സിമ്പിളാണ്, ആഷൊക്കെ സിമ്പിൾസാണ്, ഓപ്പറേറ്റേഴ്സ് സിമ്പിൾസൊക്കെയാണ്. അതൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതുണ്ടോ? ക്യാരക്ടർ ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഈ വേരിയബിൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ വേരിയബിൾ ഡിഫൈൻ ചെയ്ത് നോക്കുക. ആദ്യത്തെ ഇൻറ്റിജർ ആയിട്ടുള്ളൊരു വേരിയബിൾ ഉണ്ടാക്കി, രണ്ടാമത് ക്യാരക്ടർ വേരിയബിൾ ഉണ്ടാക്കി. ക്യാരക്ടർ വേരിയബിൾ എന്താ? ക്യാരക്ടർ സ്വീകരിക്കാൻ, സ്റ്റാറോ ശേഷമോ എന്താ വെച്ചാൽ അത് സ്വീകരിക്കാനുള്ളതാണ്. നമുക്കിങ്ങനെ വേരിയബിളും കൊടുക്കാം, അതുപോലെ സ്പെസിഫിക് ക്യാരക്ടേഴ്സും ഓപ്പറേറ്റേഴ്സ് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെയും ഓപ്ഷൻ ഉണ്ട്. ക്ലിയർ ആയില്ല? ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. അപ്പോൾ താങ്ക് യു.